നമസ്കാരം. പിടിച്ചു, കയറി പിടിച്ചു, കെട്ടിപ്പിടിച്ചു. എന്താ ഈ ബിഗ് ബോസിൽ നടക്കുന്നത്? ഓരോ ദിവസവും പുതപ്പിനടിയിലെ സംഭവത്തിന് ശേഷം വീണ്ടും കത്തിക്കയറാൻ സാധ്യതയുള്ളൊരു വിഷയമായി ഇന്നലെ അതിനെ മാറ്റി എന്ന് വേണം പറയാൻ. നമുക്ക് വിശദമായി നോക്കാം. ടാസ്കിന്റെ ഭാഗമായി നടന്ന ഒരു ഇതില് ഒനിലിന്റെ ടീം വിജയം കൈവരിച്ചതിന്റെ ഒരു സന്തോഷം ഡെസ്കിൽ നിന്നോ മറ്റോ എടുത്ത് ചാടുന്ന ഒരു സംഭവമാണ് അവിടെ നടന്നത്. മഫ്താനിയുടെ ദേഹത്തേക്ക് കൈവച്ചെന്ന് വെച്ചാൽ ഒന്നുകിൽ കാല് തട്ടിയിട്ടോ അല്ലെങ്കിൽ സന്തോഷത്തിന്റെ ആ ഒരു ഇമോഷണൽ ആ ഒരു ഇതിലോ പിടിച്ചതാണ്. അല്ലാതെ വേറൊരു രീതിയിൽ അതിനൊരു മീനിങ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ശരി, അവിടെ വെച്ച് ഈ സംഭവം നടന്നെങ്കിൽ അത് വലിയൊരു ഇഷ്യൂ ആയില്ല. പക്ഷെ അതിനകത്തിലെ വീഡിയോ പല പ്രാവശ്യം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതിനകത്തില് സംഭവം വലിയ ഇതായിട്ടൊന്നും അവിടെ നടന്നിട്ടില്ല എന്നുള്ളത്. പക്ഷെ എന്താ വെച്ചാൽ ഇതിന് ശേഷം മഫ്താനി ഈ കാര്യം ലക്ഷ്മി എടുത്ത് പറയുകയും ലക്ഷ്മി അതിനെ ഒരു കണ്ടന്റ് ആയിട്ട് അങ്ങ് ഉണ്ടാക്കുകയാണ്. ലക്ഷ്മിക്ക് സ്ക്രീൻ സ്പേസിന് വേണ്ടിയുള്ള ഒരു കളിയാണ്. നമുക്കൊരു നേരത്തെ പുതപ്പിനടിയിൽ കണ്ട സംഭവം പറഞ്ഞിട്ട് ആളി കത്തിയ സംഭവം ലാലേട്ടൻ വന്ന് അത് ഒന്നും നല്ലതാക്കി. ഇപ്പൊ അതിന് വെച്ച് പിന്നെ ജിസേലിനെയും ആര്യനെയും വെച്ച് വീഡിയോസ് ഇപ്പൊ കണ്ടമാനം വരുന്നുണ്ട്. ഞാൻ ഉമ്മ വെച്ചു, അങ്ങനെ അനിമോൾക്ക് ഒരെണ്ണം കൊടുക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസ് വരുന്നുണ്ട്. അതൊക്കെ ആ പ്രശ്നം പോലും ലാലേട്ടൻ വന്നപ്പം 72 ക്യാമറ കണ്ടില്ലെന്ന് പറഞ്ഞു. കണ്ട കാര്യമാണ്, ഇപ്പോഴും അനിമോൾ ഉറച്ചും പറയുന്ന കാര്യമാണ്. അതുപോലും കണ്ടില്ലെന്ന് പറയുന്ന ബിഗ് ബോസിന്റെ കളികളാണ്. ഇതെന്തായി തീരുമെന്ന് നമുക്ക് കണ്ടറിയാം. ലാലേട്ടൻ വരുമ്പോൾ ഇതൊരു ഇഷ്യൂ ആകെ സാധ്യതയുള്ളതാണ് ഈ ആഴ്ചത്തെ കാര്യം. അവിടെ ക്യാമറയില് പിന്നെ പൊതുജനം കാണുമ്പോൾ അതിനകത്തില് ഒരു തെറ്റായ രീതിയിലുള്ള ഒരു നീക്കം അവിടെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതിനകത്തിലെ കളി ലക്ഷ്മിയുടെ ചീപ്പ് കളി കഴിഞ്ഞ ദിവസം സ്വയം ആക്ട്രസ് ഒരു സിനിമയിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് ഏതാണ്ട് റോള് വന്ന് തൊലിവെളുപ്പുണ്ടെന്നേ ഉള്ളൂ. എല്ലാരും നമ്മൾ അംഗീകരിക്കുന്നത് ഈ വെളുപ്പിനപ്പുറം അവരുടെ ഒരു ക്യാരക്ടർ, ഒരു ബിഹേവിയർ, ഒരു സംസ്കാരം, ഇതൊക്കെയാണ്. ഇന്നും അതൊക്കെ ഈ ലാലേട്ടനും മമ്മൂക്കായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടാണ്. അവർക്ക് കേരളത്തിലുള്ളവരാ, അവർക്ക് അവരുടെ ആ ഒരു ഹൈപ്പ് കിട്ടുന്നെന്ന് പറഞ്ഞാൽ അവരുടെ ഇടപെടുന്ന കാര്യത്തിലാണ്. സത്യത്തിൽ ലാലേട്ടൻ ഈ ബിഗ് ബോസിലൊക്കെ വന്ന് ഇതുപോലുള്ള ചീപ്പ് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഇത്രയും വലിയൊരു മഹാനടൻ വരിക എന്ന് പറഞ്ഞപ്പോ തന്നെ നമുക്കൊരു ഇതാണ്. ഇത് ബിഗ് ബോസ് 1ന്റെ ഒരു സീസണിൽ കളിക്കുന്ന കളികളാണ് ഇപ്പോൾ ഈ 7ലും കളിക്കുന്നത്. പറഞ്ഞാല് എനിക്ക് നല്ല ഒരു ഇതായിട്ട് തോന്നിയിട്ടുള്ള സീസൺ 5ലെ അഖിൽമാരാറുടെ കളി. ഓരോന്നും ബിഗ് ബോസ് കാണുന്നത് ഇതിൽ കണ്ടുകൊണ്ട് കളിച്ച ഒരു കണ്ടസ്റ്റന്റാണ് അഖിൽമാരാർ. ഇപ്പോഴും തന്നെ പുള്ളി എന്തൊക്കെ പറയണം, എവിടൊക്കെ പറയണം, രഹസ്യം എങ്ങനെ പറയണം, പരസ്യമാക്കേണ്ടത് അങ്ങനെ എന്ന് പറഞ്ഞ് ഇവരൊക്കെ ഇതൊക്കെ കാണാണ്. ഈ ലക്ഷ്മിയൊക്കെ വെറും തീപ്പ്, ആ തൊലിവെളുപ്പും അതും കൊണ്ട് നടന്നിട്ട് അവസാനം തീപ്പ് കണ്ടന്റ് ഉണ്ടാക്കുക, അനുമോക്ക് കളിക്കുന്ന മാതിരി കളിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നതാണ് എന്ന് തോന്നുന്നു. പക്ഷെ ഇത് വേറെ ഉണ്ട്. എന്തായാലും ശരി, ബിഗ് ബോസിന്റെ അടുത്ത് ലക്ഷ്മി പറയുന്നു അല്ലെങ്കിൽ ഉന്നിൽ പറഞ്ഞിട്ടൊക്കെയാണ് കംപ്ലൈന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വിശദമായ ഫുട്ടേജ് ചെക്കിങ് വരും. അപ്പൊ അതിനകത്തില് നമ്മൾ കാണുന്ന ഫുട്ടേജില് ലൈവില് ഈ സംഭവങ്ങളൊന്നും നടന്ന് ചിത്രീകരിക്കാൻ പറ്റില്ല. ഒനിലിനെ എങ്ങനെങ്കിലും പുറത്താക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ് ലക്ഷ്മിയുടെ കളി. മഫ്താനി ആകെ പ്രശ്നമുള്ള ഒരു സാധനമാണെന്ന് എല്ലാവർക്കും വരും. പക്ഷെ മഫ്താനിക്ക് അപ്പുറം ഇപ്പൊ ലക്ഷ്മി മാറും. ലക്ഷ്മി എത്രത്തോളം ഈ പോകും എന്ന് നമുക്ക് അറിയത്തില്ല. ലക്ഷ്മിയുടെ മറ്റൊരു വിഷയം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, അനിമോളുമായിട്ടുള്ളതും അതുപോലെ അനീഷും ഒക്കെ ആയിട്ടുള്ള ലക്ഷ്മി ഇനത്തില് വളരെ സ്വരച്ചേർച്ചയില്ലാത്ത കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഒരു ഇഷ്യൂ പറഞ്ഞല്ലോ, ഇവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്നുള്ള ഒരു കാര്യം പറഞ്ഞതും ലക്ഷ്മിക്കെതിരെയുള്ള പരാതിയിൽ കിടപ്പുണ്ട്. അപ്പൊ ഇതിന് ഒന്നുകിൽ ആക്കം കുറയ്ക്കാൻ വേണ്ടി ലക്ഷ്മി ചെയ്ത ലാലേട്ടൻ വരുമ്പോൾ ഉള്ള ഒരു കളിയാണ്. ആ ഒരു വിഷയം ചിലപ്പോൾ ഒരു ജെൻഡറിനെ പറഞ്ഞ വിഷയം എടുത്തിടാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് കുറയ്ക്കാൻ, ലഘൂകരിക്കാൻ വേണ്ടി ലക്ഷ്മി കണ്ട ഒരു തന്ത്രമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. പിന്നെ സത്യാവസ്ഥ അഥവാ അവൻ മനഃപൂർവ്വം കയറി പിടിച്ചു എന്നുണ്ടെങ്കിൽ അവരുടെ ഫുട്ടേജ് ഉണ്ടല്ലോ, 72 ക്യാമറ ചുമ്മാ വെച്ചേക്കുമല്ലോ, ക്യാമറയിൽ നിന്നുള്ള ഫുട്ടേജ് നോക്കി പുറത്താക്കുമോ അല്ലെ കടുത്ത ശിക്ഷ കൊടുക്കട്ടെ. മറ്റൊരു അപ്ഡേറ്റിൽ കാണുന്നു. നന്ദി, നമസ്കാരം.